നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ലീഗാലിറ്റി ഓഫ് എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 പറയുന്നു ഒരു കോൺട്രാക്ട്, ഒരു കരാറ് വാലിഡ് ആകണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാവണമെന്ന് നമ്മളിപ്പോ കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു കോൺട്രാക്ട് വാലിഡ് ആകണമെങ്കിൽ അവിടെ ഒരു ലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം സെക്ഷൻ 25 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം പറയുന്നു ഒരു കോൺട്രാക്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. കൺസിഡറേഷൻ ഇല്ലാത്ത കരാറുകൾ എന്താണ്, വോയിഡ് ആണെന്ന് സെക്ഷൻ 25 പറയുന്നു. അതേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 185 പറയുന്നു കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകൾ എന്താണ്, വാലിഡ് ആണെന്ന്. ഓക്കെ, ഇറ്റ് ഓൾസോ റെക്കഗ്നൈസ് certain exceptions. Besides, section 185 also provides for a case where a contract without consideration shall be valid. അപ്പോ നമുക്ക് നോക്കാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് വാലിഡ് ആവുന്നതെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലേക്ക് ഒരു നിയമസാധ്യത കൊണ്ടുവരാൻ എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്, കൺസിഡറേഷൻ ഇല്ലെങ്കിലും. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. ഓക്കെ, അപ്പം എഗ്രിമെന്റ് എഴുതിയ എഗ്രിമെന്റും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ എഗ്രിമെന്റുകൾ എന്താണ്, കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ വാലിഡ് ആണ്. അപ്പം അതിനകത്ത് വാലിഡ് ആവണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്, അത് എഴുതിയാണ് ആ എഗ്രിമെന്റുകൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്, രജിസ്റ്റേർഡ്, അതിന് ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ ആ നിയമം പറയുന്നത് പോലെയുള്ള എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് നടത്തിയിരിക്കുന്നത് സ്നേഹം അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവരോടൊരു സ്നേഹം, അങ്ങനെ അത്തരത്തിലുള്ള അതായത് ഒരു വിശ്വാസം, സ്നേഹം, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു താല്പര്യം, അത്തരത്തിൽ ഉള്ള രീതിയിലുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ ഈ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾക്ക് എന്താണ്, നിയമസാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ബിറ്റ്വീൻ പാർട്ടീസ് സ്റ്റാൻഡിംഗ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, അത്തരത്തിലുള്ള എഗ്രിമെന്റ് അടുത്ത ബന്ധുക്കൾ തമ്മിലുമാണ്. കാരണം അടുത്ത ബന്ധുക്കൾ തമ്മിലാകും എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു സ്നേഹം, അവിടെ ഒരു കെയർ എല്ലാം വരുന്നുണ്ട് അല്ലെ. അപ്പം അത്തരത്തിലുള്ള അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അവര് അടുത്ത റിലേഷൻഷിപ്പിൽ ഉള്ളവരായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്താണ്, വാലിഡ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. An elder brother on account of natural love and affection, അതായത് ഒരു മൂത്ത സഹോദരൻ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെയും അമിതമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ ഒക്കെ പുറത്ത് പ്രോമിസ് ടു പേ ദ ഡെറ്റ്സ് ഓഫ് ഹിസ് യങ്ങർ ബ്രദർ. ആ ഒരു മൂത്ത സഹോദരൻ സ്നേഹത്തിന്റെ ഒക്കെ പുറത്ത് ഇളയ സഹോദരന്റെ കടങ്ങളെല്ലാം തന്നെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഹി മേക്സ് എ പ്രോമിസ് അല്ലെ, അയാൾ അവിടെ ഒരു വാഗ്ദാനം ചെയ്യുകയാണ്. എന്തിന്റെ പുറത്താണ്, സ്നേഹത്തിന്റെ. അനിയനോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മൂത്ത ജ്യേഷ്ഠൻ അനിയന്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് ചെയ്യുകയാണ്. ഇവിടെ എഗ്രിമെന്റ് എഴുതിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ
നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള രജിസ്ട്രേഷനും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ എന്താണ്, വാലിഡ് ആണ്. ഇവിടെ ചേട്ടൻ എന്റെ കടങ്ങളെല്ലാം കൊടുത്ത് തീർക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അനിയൻ ചേട്ടന് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല. സ്റ്റിൽ ദെൻ കോൺട്രാക്ട് ഓർ ദാറ്റ് എഗ്രിമെന്റ് ഈസ് വാലിഡ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോമിസ് ടു കോമ്പൻസേറ്റ്. അതായത് നഷ്ടപരിഹാരം തരാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താമെന്ന് വാഗ്ദാനം തരിക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോമിസ് ടു കോമ്പൻസേറ്റ്. പ്രോമിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു. ഓക്കെ, എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ്. അതായത് ഒരു കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് അത് വാലിഡ് ആണ്. എങ്ങനെ? ഇറ്റ് ഈസ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ്. ഒന്നെങ്കിൽ അത് നഷ്ടം നികത്താനുള്ള ഒരു വാഗ്ദാനമാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത പോയിന്റ്, ദ പേഴ്സൺ ടു ബി കോമ്പൻസേറ്റഡ് ഹാസ് ഓൾറെഡി ഡൺ സംതിങ് വോളണ്ടിയർലി or has done something which the promiser was legally compellable to do. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ആർക്കാണോ നഷ്ടം നികത്തി കൊടുക്കാം എന്ന് പറഞ്ഞത്, ദ പേഴ്സൺ ടു ബി കോമ്പൻസേറ്റഡ്, ആർക്കാണോ അങ്ങനെ നഷ്ടം നികത്തി കൊടുക്കാം എന്ന് പറഞ്ഞത്, ഹാസ് ഓൾറെഡി ഡൺ സംതിങ് വോളണ്ടിയർലി, സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്തിരിക്കുന്നു. വോളണ്ടിയർലി എന്ന് പറഞ്ഞാൽ ആരുടെയും നിർബന്ധമില്ലാതെ വോളണ്ടിയർലി, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്തിരിക്കുന്നു. അതാണ് എന്ത്? ദ പേഴ്സൺ ടു ബി കോമ്പൻസേറ്റഡ് ഹാസ് ഓൾറെഡി ഡൺ സംതിങ് വോളണ്ടിയർലി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ ഫൈൻസ് ബീസ് പേഴ്സ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഹിം. അതായത് എയ്ക്ക് ബിയുടെ പേഴ്സ് കണ്ടുകിട്ടി, എന്നിട്ട് എ എന്ത് ചെയ്തു? അത് ബിക്ക് തിരിച്ചു കൊടുത്തു. ബി പ്രോമിസസ് ടു ഗീവ് ₹100 ടു എ. ബി എന്നാ എടുത്തു? അതായത് ബിയുടെ പേഴ്സ് എ കണ്ടെത്തി ബിക്ക് തിരിച്ചു കൊടുത്തു. അപ്പോ ബി ഒരു വാഗ്ദാനം ചെയ്തു, എന്റെ പേഴ്സ് നീ കണ്ടെത്തി തന്നതല്ലേ, ഞാൻ നിനക്കൊരു ₹100 തരാമെന്ന് ഒരു പ്രോമിസ് ആര് മെയ്ഡ് ചെയ്തു? ബി നടത്തി. This is a valid contract even though A was not engaged for the purpose by B. ഇത് ഒരു വാലിഡ് കോൺട്രാക്ട് ആണ്. കാരണം ഇവിടെ ബി എയിനെ ചുമതലപ്പെടുത്തിയതൊന്നുമല്ല അല്ലേ. ബിയുടെ പേഴ്സ് കാണാതെ പോയപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് തരാൻ വേണ്ടി ബി ചുമതലപ്പെടുത്തിയ ആളൊന്നുമല്ല എ, അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അയാൾ ചുമതലപ്പെടുത്തി, അയാൾ കണ്ടുകിട്ടി, അങ്ങനെയാണ്. അപ്പൊ ₹100 കൊടുത്തെങ്കിൽ എന്താണ്? അത് ഒരു വാലിഡ് കൺസിഡറേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എവിടുന്നോ കടന്നൊരു വ്യക്തി ആയിരിക്കാം ഈ എ. അപ്പൊ ആ എയ്ക്ക് ബി ആ പേഴ്സിന് എയ്ക്ക് ബിയുടെ പേഴ്സ് കിട്ടി. സോ എ അത് റിട്ടേൺ ചെയ്തു. സോ ബി പ്രോമിസസ് ടു പേ ഹിം ആൻ എമൗണ്ട് ഓഫ് എത്രയാണ്? ₹100. ഓക്കെ, അപ്പൊ ഇവിടെ ബി നിർദ്ദേശിച്ച ആളൊന്നുമല്ല എ. എന്നിട്ട് പോലും എന്താണ് ആ കോൺട്രാക്ട് എന്താണ്? കൺസിഡറേഷൻ ആണ്. കാരണം പ്രോമിസ് ടു കോമ്പൻസേറ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് അതായത് നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇതുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം എന്നുള്ളൊരു വാഗ്ദാനം. അപ്പൊ പ്രോമിസ് ടു കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ നടത്തുന്ന എഗ്രിമെന്റുകളും വാലിഡ് തന്നെയാണ്, ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോമിസ് ടു പേ ഡെറ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട്. ഓക്കെ, എ പ്രോമിസ് ടു പേ ഡെറ്റ്. അപ്പം നമ്മുടെ തേർഡ് പോയിന്റ് എന്താണ്? പ്രോമിസ് ടു പേ, വാഗ്ദാനം കൊടുക്കുന്നു. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട കുടിശ്ശിക. ഓക്കെ, അത് കുറെ നാളായിട്ട് എങ്ങനെ കൊടുക്കാണ്ട് കിടക്കുന്നതാണ് കാലഹരണപ്പെട്ട ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രോമിസ് ടു പേ ഡെപ്റ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട് shall be valid without consideration because legally it remains no longer claimable. അതായത് ഒരു ടൈം ബാർഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു കുടിശ്ശിക പേ ചെയ്യാം, തന്നോളാം എന്നുള്ളൊരു വാഗ്ദാനം വാലിഡ് തന്നെയാണ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ കാലഹരണപ്പെട്ടു പോയിട്ടുള്ള കുടിശ്ശിക തരാമെന്ന് അല്ലെങ്കിൽ അത് കൊടുക്കാമെന്ന് പറയുന്നത് എന്താണ്? അത് ഒരു
A promise to pay a debt barred by Limitation Act shall be valid without consideration because legally it remains no longer claimable. അതായത് അത് കാലഹരണപ്പെട്ടു പോയി. അപ്പം കാലഹരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ എന്താണ് അതിനി ക്ലെയിം ചെയ്യാനായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞുപോയി. കാരണം വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനിപ്പോ ക്ലെയിം ചെയ്യാനുള്ള ഇല്ല. ഓക്കെ. പിന്നെ a debt becomes barred under the Limitation Act if the same is made claimed within period of 3 years. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു ഡെപ്റ്റ് ടൈം ബാർഡ് ആണ് എന്ന് പറയണമെങ്കിൽ ഏകദേശം 3 വർഷത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെപ്റ്റുകളെയാണ് ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് ലിമിറ്റേഷൻ ആക്ടിൽ പറയുന്നത്. ഓക്കെ. However, എന്നിരുന്നാലും a promise to pay a time barred debt shall be valid. ഒരു ടൈം ബാർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് പേ ചെയ്യാമെന്നുള്ളൊരു പ്രോമിസ് വാലിഡ് ആണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പ്രോമിസ് ഈസ് പുട്ട് ഇൻ ടു റൈറ്റിംഗ്. ഒരാൾ എഴുതി കൊടുക്കുകയാണ്, ഞാൻ നീ പേ ചെയ്യാതിരുന്ന നിന്റെ ആ ഡെപ്റ്റ് പേ ചെയ്തോളാം എന്നുള്ള ഒരു പ്രോമിസ് എഴുതി കൊടുക്കുകയാണെങ്കിൽ. സെക്കൻഡ്, സൈൻഡ് ബൈ ദ ഡെപ്റ്റർ ഓർ ഹിസ് ഏജന്റ്. അത് ഡെപ്റ്ററോ അല്ലെങ്കിൽ അയാളുടെ ഏജന്റോ അല്ലെങ്കിൽ അയാളുടെ റെപ്രസെന്റേറ്റീവോ അത് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. Relates to debt which the creditor might have enforced payment but for the limitation. ആ ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോ ക്രെഡിറ്റർ ആണ് എന്ത് ചെയ്തത്, ആ ഒരു പേയ്മെന്റിന്റെ എൻഫോഴ്സിബിലിറ്റിക്ക് ശ്രമിച്ചത്. ഓക്കെ. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാണ്, എക്സ് ഓവ്സ് വൈ ₹800 but the debt is time barred. X signs a written promise to pay ₹600 on account of the debt. അതായത് എക്സ് വൈക്ക് എന്താണ് ഒരു 800 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. എക്സിന് ഒരു കട ഉണ്ടായിരുന്നു. ബട്ട് ദ ഡെപ്റ്റ് ഈസ് ടൈം ബാർഡ്. പക്ഷെ ഡെപ്റ്റ് കുറെ നാളായതാണ്, കാലഹരണപ്പെട്ടതാണ്. എക്സ് സൈൻസ് റിട്ടേൺ പ്രോമിസ്. എക്സ് സൈൻ ചെയ്തിട്ട് എഴുതിയ ഒരു വാഗ്ദാനം, എഴുതപ്പെട്ട ഒരു വാഗ്ദാനം ഒപ്പിട്ടിട്ട് എക്സ് ആർക്ക് കൊടുക്കുകയാണ്, വൈക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, ആ കടത്തിന്റെ ഇതില് ഞാൻ ഒരു 600 രൂപ തന്നുകൊള്ളാമെന്ന് എക്സ് സൈൻ ചെയ്ത് എഴുതി ആർക്ക് കൊടുക്കുകയാണ്, വൈക്ക് കൊടുക്കുകയാണ്. ഇത് ഒരു വാലിഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ് ആണ്. അപ്പൊ ഫോർത്ത് പോയിന്റ് എന്താണ്? കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്. Completed gifts. The rule no consideration, no contract does not apply to completed gifts. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റും ഇല്ല എന്നുള്ളൊരു റൂള് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. നമുക്ക് ആ ഒരു റൂള് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സിന്റെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. These need not be the result of natural love and affection or near relation. ഈ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ട കൂടുതലിന്റെ പുറത്തോ ഉള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധത്തിന്റെ പുറത്തൊന്നുമല്ല. പക്ഷേ ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കിപ്പോ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, അയാൾ എന്ത് ചെയ്തു? ആ ഗിഫ്റ്റ് മേടിച്ചു. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, അയാൾ അത് മേടിച്ചെങ്കിൽ ആ ഗിഫ്റ്റ് കംപ്ലീറ്റഡ് ആയി അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രണ്ടിന് നിയർ റിലേഷൻ ഒന്നുമില്ല, നമ്മൾ സ്നേഹം കൊണ്ടും ഒന്നും അവരോടുള്ള ഒരു അമിതമായിട്ടുള്ള ലവ് കൊണ്ടോ അഫെക്ഷൻ കൊണ്ടോ ഒന്നുമല്ല. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരാൾക്ക് ഒരു നെക്ലേസ് ഗിഫ്റ്റ് ചെയ്തു. നമ്മളപ്പോ അത് കൊടുത്തു, അയാൾ അത് സ്വീകരിച്ചു. Gifts when made and accepted, it becomes completed gifts. Okay. An attempt or promise to gift is not valid. അതായത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതല്ല, ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് ഗിഫ്റ്റ് തന്നേക്കാം എന്ന് പറഞ്ഞൊരു വാഗ്ദാനം നടത്തുന്നത്, പ്രോമിസ് ടു പേ ഗിഫ്റ്റ് ഈസ് നോട്ട് വാലിഡ്. അത് കൊടുത്ത് അയാൾ അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതെന്താവുകയുള്ളൂ, അതൊരു കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആവുകയുള്ളൂ. അല്ലാതെ തരാമെന്ന് പറയുന്നത് ഒരിക്കലും വാലിഡ് ആവുകയില്ല. ഓക്കെ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഏജൻസിയാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ഫോർ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി നോ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ്. ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൺസിഡറേഷന്റെ
അവിടെ ഒരു സംതിങ് ഇൻ റിട്ടേണിന്റെ ആവശ്യമില്ല. അതായത് യു ഷുഡ് നോ ദാറ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലും ഇഫ് നോ കൺസിഡറേഷൻ ഹാസ് പാസ് ടു ദ ഏജന്റ്, നമ്മളിപ്പോ ഒരു ഏജന്റ് എന്ന് പറഞ്ഞ ആരാണ്? നമുക്ക് വേണ്ടി നമ്മൾ നിയോഗിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നിയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് നോ കൺസിഡറേഷൻ ഹാസ് പാസ് ടു ദ ഏജന്റ്, നമ്മൾ ഏജന്റിന് ഒരു തരത്തിലുള്ള കൺസിഡറേഷനും കൊടുക്കുന്നില്ലെങ്കിൽ, ഹി ഈസ് ഓൺലി എ ഗ്രാറ്റുഷ്യസ് ഏജന്റ് ആൻഡ് ഈസ് നോട്ട് ബൗണ്ട് ടു ഡു വർക്ക് എൻട്രസ്റ്റഡ് ടു ഹിം. അയാൾ എന്ന് പറയുന്നത് വെറും ഒരു ഏജന്റ് മാത്രമാണ്. അപ്പൊ നമ്മള് ഏജന്റിന് കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അയാള് ജസ്റ്റ് ഒരു ഏജന്റ് മാത്രമാണ്. നമ്മൾ കൊടുക്കുന്ന ജോലി ഒന്നും ചെയ്യാൻ അയാൾക്ക് ഒരു ബാധ്യതയുമില്ല. നമ്മൾ അയാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ട് നമുക്ക് അയാളെ കൊണ്ട് വല്ല ജോലിയും ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മൾ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഓക്കെ നമുക്ക് ജോലി ചെയ്യാനുണ്ടെന്ന് പറയുന്നു, അയാൾ നമുക്ക് വേണ്ടി ജോലി ചെയ്തു തരുന്നു. നമ്മളപ്പോ അയാൾക്ക് അതിനുള്ളൊരു ലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നു. ഇത് നമ്മൾ ഒരു കൺസിഡറേഷൻ ഏജന്റിന് കൊടുക്കുന്നില്ലെങ്കിൽ ഹി ഈസ് ജസ്റ്റ് ഓൺലി എ ഗ്രാറ്റുഷ്യസ് ഏജന്റ്, അതായത് വെറും ഒരു ഏജന്റ് മാത്രമായിട്ട് നിൽക്കും. നമ്മൾ കൊടുക്കുന്ന ജോലിയൊന്നും ചെയ്യാൻ അയാൾക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല. Although if he begins the work he must do it to the satisfaction of his principal. അതായത് ഇപ്പൊ അയാൾ എന്തെങ്കിലും തരത്തിലുള്ള ജോലി അയാളൊക്കെ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ എപ്പോഴും അയാളുടെ പ്രിൻസിപ്പിൾ പറയുന്ന രീതിയിലായിരിക്കണം. ഒരു ഏജന്റിന്റെ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിളും ആൻഡ് ഹിസ് ഏജന്റ് എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. And sixth and the last point, charity. Okay, charity. Charity. If a person promises to contribute to charity and on his faith the promises undertakes their liability to the extent not exceeding the promised subscription, the contract shall be valid. അതായത് ഒരു വ്യക്തി പ്രോമിസ് ചെയ്യുകയാണ് ഒരു ചാരിറ്റിക്ക്, അതായത് ഈ എന്തെങ്കിലും രീതിയിലുള്ള നമ്മൾ ഒരു ദാനം, ഒരു എന്തോ പറയുന്നത്, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഈ പൈസ ഇല്ലാത്തവർക്ക് നമ്മൾ അങ്ങനെ ദാനം ചെയ്യുന്നു എന്തെങ്കിലും. അതിപ്പം പൈസ ഇല്ലാത്തവർക്കാകാം, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവർക്ക്. അത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർഡ് മീനിങ് ആണ്. കറക്റ്റ് ഇപ്പം മലയാളം ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഇല്ലാത്തവർക്ക് നമ്മളാൽ കഴിയുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഒരു വ്യക്തി പ്രോമിസ് ചെയ്യുകയാണ് ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി, ചാരിറ്റിക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയാണ്. ആൻഡ് ഓൺ ദിസ് ഫെയ്ത്ത് ദ പ്രോമിസി അണ്ടർടേക്സ് എ ലയബിലിറ്റി ടു ദ എക്സ്റ്റെന്റ് നോട്ട് എക്സീഡിംഗ് ദ പ്രോമിസ്ഡ് സബ്സ്ക്രിപ്ഷൻ. അപ്പം അയാളുടെ ആ ഒരു വിശ്വാസത്തിന്മേൽ, ഓൺ ഹിസ് ഫെയ്ത്ത്, ആ ഒരു വിശ്വാസത്തിന്മേൽ പ്രോമിസി എന്ത് ചെയ്യുകയാണ്? പ്രോമിസി ആ ബാധ്യത ഏറ്റെടുക്കുകയാണ്. നോട്ട് എക്സീഡിംഗ് ദ പ്രോമിസ്ഡ് സബ്സ്ക്രിപ്ഷൻ, അതായത് അയാൾ പറഞ്ഞത് അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്തോളാം എന്നുള്ളൊരു ബാധ്യത ആരേറ്റെടുക്കുകയാണ്? പ്രോമിസി അണ്ടർടേക്സ് എ ലയബിലിറ്റി. അങ്ങനാണെങ്കിൽ അത്തരത്തിലുള്ള കരാറുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളും എന്താണ്? അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളും ഷാൽ ബി വാലിഡ്. അവയ്ക്കും ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവയും എൻഫോഴ്സ്ഡ് ബൈ ലോയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഈ 6 പോയിന്റുകളാണ് ലീഗാലിറ്റി ഓഫ് എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷന്റെ ഇതിന് വരുന്നത്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും എഗ്രിമെന്റ്സ് വാലിഡ് ആകും, അല്ലെങ്കിൽ അവയ്ക്കൊരു എൻഫോഴ്സിബിലിറ്റി കിട്ടി അവയൊരു കോൺട്രാക്ട് ആകും എന്ന് പറയണമെങ്കിൽ ഈ 6 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളെല്ലാം തന്നെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ദേ ആർ വാലിഡ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട് ആൻഡ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ലീഗാലിറ്റി ആൻഡ് കൺസിഡറേഷൻ.
ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ് ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമ്മൾ ഒരു കോൺട്രാക്ട് ആക്ടിന്റെ നമ്മൾ ആ ഫസ്റ്റ് കോൺട്രാക്ട് എന്താണ്, എഗ്രിമെന്റ് എന്താണ്, അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് ഒരു എസെൻഷ്യൽ ആണ് ഒരു കോൺട്രാക്ട് വാലിഡ് ആകണമെങ്കിൽ അതിനകത്ത് ഒരു എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇത് ഒബ്ജക്ട് ഓഫ് ദി കോൺട്രാക്ട് ഷുഡ് ബി ലോഫുൾ. ഒരു കോൺട്രാക്ടിന്റെ ഒബ്ജക്ട് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് ലോഫുൾ ആയിരിക്കണം. അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ത് കരാറിൽ ഏർപ്പെടാൻ. അല്ലാതെ നിയമം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമം ശക്തമായി എതിർക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എന്താണ്, വോയിഡ് ആണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളുടെ ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്, അൺലോഫുൾ ആണ്, അത് നിയമപരമല്ല. ഓക്കെ, ഇത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, ഇത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 23. Section 23. According to Section 23 of the Act, Actന്റെ Section 23 പ്രകാരം the consideration and the object of an agreement are unlawful in the following cases. അതായത് ഒരു എഗ്രിമെന്റിന്റെ കൺസിഡറേഷൻ, നമ്മളത് സംതിങ് ഇൻ റിട്ടേൺ, അതാണല്ലോ കൺസിഡറേഷൻ, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്ട് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. ഏതൊക്കെ, ഇൻ ദ ഫോളോയിങ് കേസസ്, അതായത് താഴെ പറയുന്ന കേസസിലെല്ലാം തന്നെ ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. ഓക്കെ, അത് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 23 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് if it is forbidden by law. ഓക്കെ, നിയമം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിയമം അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, if the object or the consideration of an agreement is doing of an act forbidden by the law, the agreement is void. അതായത് ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമം നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമം ചെയ്യരുതെന്ന് പറയുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു എഗ്രിമെന്റ് എങ്കിൽ, അതായത് കൊല്ലുക എന്നുള്ളതാണ് എന്ത്, ഒരാള് എ ബിയോട് പറയുകയാണ് നീ സി യെ കൊല്ലണം എന്ന് പറയുന്ന ഒരു എ ബിയും തമ്മിലൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. എ ബിയോട് പറയാണ് നീ സി യെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു 50,000 രൂപ തരാമെന്ന്. ഇവിടുത്തെ ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്, മർഡർ ആണ് അല്ലെ, സീനെ കൊല്ലുക എന്നുള്ളതാണ്. ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പൊ എ ബിയോട് പറയാണ് നീ സിയെ കൊല്ലുവാണെങ്കിൽ ഞാൻ നിനക്ക് 50,000 രൂപ തരാമെന്ന്. ഇവിടെ ആ ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്ട് കൊല്ലുക എന്നുള്ളതും അവിടുത്തെ കൺസിഡറേഷൻ ആയിട്ടുള്ള 50,000 എന്ന് പറയുന്നത് രണ്ടും അൺലോഫുൾ ആണ്. കാരണം നമ്മുടെ നിയമം എതിർത്തിട്ടുണ്ട്, ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല അല്ലെ. മർഡർ എന്ന് പറയുന്നത് IPC പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒഫൻസ് ആണ്. സോ അപ്പം ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമം ചെയ്യരുത് അല്ലെങ്കിൽ നിയമം അരുത് എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്, വോയിഡ് ആണ്. ഓക്കെ, an act or an undertaking is forbidden by the law when it is punishable by the criminal law of the country. അതായത് ഒരു നിയമം വേണ്ട അല്ലെങ്കിൽ നിയമം അരുത് എന്ന് പറയുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ എന്താണ്, അത് ബൈ ലോ വെൻ ഇറ്റ് ഈസ് പണിഷബിൾ ബൈ ദ ക്രിമിനൽ ലോ ഓഫ് കൺട്രി. അത് ചെയ്യരുതെന്നൊരു പറയുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം അത് ശിക്ഷാർഹമാണ്. ഓക്കെ, നമുക്ക് വേറൊരു ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഓക്കെ, സെക്കൻഡ്
പോയിന്റ് എന്ന് പറയുന്നത് if it defeats the provision of any law. Okay, second point, defeats provision of any law. ഏതൊരു നിയമത്തിന്റെയും പ്രൊവിഷൻസിനെ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റും കൺസിഡറേഷൻ എങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്? വോയിഡ് ആണ്. If the object or consideration of an agreement is of such a nature that though not directly forbidden by law but it would be defeat the provisions of the law, the agreement is void. അതായത് if it defeats the provision of law എന്ന് പറയുന്ന any law എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അത് നമ്മുടെ നിയമം ഫോർബിഡൻ ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ നിയമം അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ലോയുടെ പ്രൊവിഷൻസിനെയൊക്കെ അത് ബാധിക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലന്റ്, അതിലൊരു ചതി ഉണ്ടെങ്കിൽ, ചതിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് fraudulent. Okay, an agreement with a view to defraud others is void. അതായത് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് തന്നെ മറ്റൊരു വ്യക്തിയെ ചതിക്കാനാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്? വോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, എ, ബി ആൻഡ് സി എൻറ്റർ ഇൻടു ആൻ എഗ്രിമെന്റ്. എയും ബിയും സിയും ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. For the division among them of gains acquired or to be acquired by them. അല്ലെ, അതായത് അവർക്ക് ലഭിച്ചിട്ടുള്ള ഡിവിഷൻസ് എമൗണ്ട് ദം ഓഫ് ദ ഗെയിൻസ് അക്വയർഡ് ഓർ ടു ബി അക്വയർഡ്. അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ അവർക്ക് 3 പേർക്കുമായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അതായത് അവര് ചതിയിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നതുമായിട്ടുള്ള നേട്ടങ്ങളെ തുല്യമായിട്ട്, അതായത് എയുടെ ഷെയർ എക്ക്, ബിയുടെ ഷെയർ ബിക്ക്, സിക്ക്, അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അവർ അവരുടെ ഷെയറിനെ ഈക്വലി അതായത് ഓരോ വ്യക്തികൾക്കും ഈക്വൽ ആയിട്ടുള്ള പാർട്സ് അവര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അപ്പൊ അവർക്ക് ആ രൂപ അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കാശോ അത് എന്തും ആയിക്കോട്ടെ, അവർക്കത് കിട്ടിയത് ഫ്രോഡിലൂടെയാണ്. അവർ ചതിച്ചാണ് അതെല്ലാം നേടിയെടുത്തത്. അപ്പൊ ആ നേടിയെടുത്ത എമൗണ്ട് ഈക്വലി എയ്ക്കും ബിക്കും സിയുമായിട്ട് ഈക്വലി അത് ഭാഗിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അപ്പം അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്? വോയിഡ് ആണ്. കാരണം അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ചതിച്ച് നേടിയതാണ്. അപ്പം അത്തരത്തിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അൺലോഫുൾ ആണ്. ഓക്കെ, പിന്നെ if it involves or implies injury to the person or property of another. അതായത് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് if it involves അതിൽ ഉണ്ട് ഇൻജുറി, അതിലൊരു it involves ഇൻജുറി ടു ദ പേഴ്സൺ, ഒരു വ്യക്തിക്ക് മുറിവേൽക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെന്റിലാണ് ഏർപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്? വോയിഡ് ആണ്. അതായത് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസസ് ഇൻജുറി ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഓക്കെ, if the object of an agreement is to injure the person or property of another, it is void. അതായത് ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വത്തിനെ ബാധിക്കുന്ന രീതിയിലോ ഉള്ള എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ എന്താണ്? വോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, എ borrowed ₹100 from B. എ ഒരു 100 രൂപ ബിയിൽ നിന്ന് കടം മേടിച്ചു. എ എക്സിക്യൂട്ടഡ് എ ബോണ്ട്. എ എന്നിട്ട് എന്നെ എടുത്തു ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു, പ്രോമിസിംഗ് ടു വർക്ക് ഫോർ ബി വിത്തൗട്ട് പേ ഫോർ 2 years. അതായത് 100 രൂപ കടം മേടിച്ചതിന് എ ഒരു ബോണ്ട് ബിക്ക് കൊടുത്തു. അതായത് 2 വർഷം ബിയുടെ കീഴിൽ ജോലി ചെയ്തോളാം, ഒരു പൈസയെ മേടിക്കാതെ 2 വർഷം ബിയുടെ കീഴിൽ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ്
എ എന്തെടുത്തത്, ഒരു ബോണ്ട് കൊടുത്തത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്, പക്ഷെ ഈ എ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, അതായത് 2 വർഷം 1 രൂപയെ മേടിക്കാതെ ബിക്ക് വേണ്ടി ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, ടു പേ ഇൻട്രസ്റ്റ് അറ്റ് എ വെരി exorbitant rate and the principal amount at once, അതായത് ഒരു വലിയ ശതമാനം പലിശയും അതിന്റെ എമൗണ്ടും അതിന്റെ ഒരു വലിയ ശതമാനം പലിശയുമായിട്ട് തിരിച്ചു കൊടുത്തോളാം എന്നാണ് എ സമ്മതിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയിലാണെങ്കിൽ കോൺട്രാക്ട് എന്താണ്, വോയിഡ് ആണ്. അതായത് എ ബിയുടെ കയ്യിൽ നിന്നൊരു 100 രൂപ മേടിച്ചു, അപ്പം എ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 വർഷം ബിക്ക് വേണ്ടി രൂപയൊന്നുമില്ലാതെ, കാശൊന്നും മേടിക്കാതെ ബിക്ക് വേണ്ടി പണിയെടുത്തോളാമെന്നാണ് എ പറയുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ എ മേടിച്ച പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ വലിയൊരു പലിശയും കൂടി ഈടാക്കി തന്നോളാം എന്നാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അപ്പം ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ എന്താണ്, വോയിഡ് ആണ്. ഓക്കെ. Then, if the court regards it as immoral or opposed to public policy, അത് കോടതി തന്നെ പറയുന്നുണ്ട് ഇമ്മോറൽ ആണ്, അധാർമികമാണ്, ധാർമ്മികമായിട്ടുള്ളതല്ല. immoral or opposed to public policy, opposed to public policy. അതായത് നിയമം തന്നെ, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അധാർമികമാണ്, അല്ലെങ്കിൽ സന്മാർഗികമല്ല, അല്ലെങ്കിൽ അത് പബ്ലിക് പോളിസി, പൊതുവായിട്ടുള്ള നയങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള പറഞ്ഞ പ്രവൃത്തികൾക്ക് വേണ്ടി ഏർപ്പെടുന്ന എഗ്രിമെന്റുകളും എന്താണ്, വോയിഡ് ആണ്. An agreement whose object or consideration is immoral or is opposed to the public policy is void. അതായത് ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്ട് അല്ലെങ്കിൽ അതിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്മോറൽ ആണ്. ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസി, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതാണ് ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും എങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്, വോയിഡ് ആണ്. For example, A let a cab on hire to B, a prostitute, knowing that it would be used for immoral purpose. The agreement is void. എയുടെ ഒരു കാറ് ബിക്ക് ഹയറിന്, അതായത് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശപ്പെട്ട സ്ത്രീയാണ്. അപ്പം അത് എക്ക് നന്നായിട്ട് അറിയാം അവരൊരു മോശപ്പെട്ട സ്ത്രീയാണ്. അവ ഈ ധാർമ്മികമല്ലാത്ത പല കാര്യങ്ങൾക്കുമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നതിനുമെല്ലാം എക്ക് അറിയാം. എന്നിട്ടും എന്തെടുത്തു, എ ആ ക്യാബ്, ഒരു കാറോ എന്തെങ്കിലും വട്ടവോ ഒരു ക്യാബ് വിട്ടുകൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും എന്താണ്, വോയിഡ് ആണ്. ഓക്കെ. ഇനി അടുത്ത ഒരു പോയിന്റ് ഒരു ചെറിയൊരു ടോപ്പിക്, പാർഷ്യൽ ഇല്ലീഗാലിറ്റി. ഓക്കെ. പാർഷ്യൽ ഇല്ലീഗാലിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 24 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 24 പറയുന്നു, ഇഫ് എനി പാർട്ട് ഓഫ് എ സിംഗിൾ കൺസിഡറേഷൻ, അതായത് ഒറ്റ ഒരു കൺസിഡറേഷനെ നമ്മൾ കൊടുക്കുകയുള്ളൂ, അതിന്റെ ഒരു സിംഗിൾ കൺസിഡറേഷന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഫോർ വൺ ഓർ മോർ ഒബ്ജക്ട്സ്, ഒന്നിൽ കൂടുതലോ ഉള്ള ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു സിംഗിൾ കൺസിഡറേഷന്റെ ഒരു ഭാഗം ഒന്നിൽ കൂടുതലോ ഉള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതായത് ഓർ എനി പാർട്ട് ഓഫ് എനി വൺ ഓഫ് സെവറൽ കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഒരുപാട് കൺസിഡറേഷൻ, അതായത് എനി വൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് കൺസിഡറേഷന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒരു സിംഗിൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള, അത് തികച്ചും തെറ്റാണ്, അത്തരത്തിലുള്ള എഗ്രിമെന്റ് വോയിഡ് ആണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും.
A promises to supervise the business on behalf of B. A promise ചെയ്യുകയാണ് ബിസിനസ് A promises to supervise the business on behalf of B. ബിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ബിയുടെ അസാന്നിധ്യത്തിൽ ബിയുടെ ബിസിനസ് മേൽനോട്ടം വഹിച്ചോളാമെന്ന് എ എന്ത് ചെയ്യുകയാണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. A licensed manufacturer of some permissible chemicals and some contraband items. അതായത് ബി എന്ന് പറയുന്നത് ലൈസൻസ് ഉള്ള ഒരു മാനുഫാക്ചറർ ആണ്. അതായത് ചില കെമിക്കൽസ് ഒക്കെ വിൽക്കാൻ നമുക്ക് അനുവാദമുണ്ട്, പക്ഷെ ചിലത് എന്താണ്, നിരോധിച്ചിരിക്കുന്ന ഐറ്റത്തിന്റെ പെർമിസിബിൾ ആയിട്ടുള്ള കെമിക്കൽസിന്റെ മാനുഫാക്ചറർ ആണ് ആര്, ബി എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പൊ എ പ്രോമിസ് ചെയ്യാണ്, വാഗ്ദാനം ചെയ്യുകയാണ് ബിയുടെ ബിസിനസ്, ബിക്ക് പകരമായിട്ട് ബിയുടെ ബിസിനസ് മേൽനോട്ടം വഹിച്ചോളാം എന്ന് എ സമ്മതിക്കുമാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയമായിട്ടുള്ള കെമിക്കൽസും അല്ല നിരോധിച്ചിരിക്കുന്ന സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറർ ആണ്, അയാള് ലൈസൻസ്ഡുമാണ്. ഓക്കെ, ബി പ്രോമിസസ് ടു പേ എ സാലറി ഓഫ് ₹10,000 പെർ മന്ത്. അപ്പൊ ബി എന്താണ് പ്രോമിസ് ചെയ്തത്, എക്ക് ഒരു 10,000 രൂപയാണ് സാലറി ഓഫർ ചെയ്തിരുന്നത്. ഇത് എഗ്രിമെന്റ് ഈസ് വോയിഡ്. ഇവിടെ ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. കാരണം ഇത് ഒബ്ജക്ട് ഓഫ് എസ് പ്രോമിസ് ആൻഡ് ദ കൺസിഡറേഷൻ ഫോർ ബീസ് പ്രോമിസ് ബീയിങ് ഇൻ പാർട്ട് അൺലോഫുൾ. അതായത് എയുടെ പ്രോമിസിന്റെ ഒബ്ജക്ട് എന്ന് പറയുന്നതും, അതായത് ദ എഗ്രിമെന്റ് ഈസ് വോയിഡ്, ആ എഗ്രിമെന്റ് അസാധുവാണ്. കാരണം ഇത് ഒബ്ജക്ട് ഓഫ് എസ് പ്രോമിസ്, എയുടെ പ്രോമിസ്, അതായത് എയുടെ വാഗ്ദാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യവും അതുപോലെ തന്നെ ബിയുടെ പ്രോമിസ്, ബിയുടെ വാഗ്ദാനത്തിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയിലാണ് വരുന്നത്. കാരണം തികച്ചും വേണ്ട എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന്റെ മാനുഫാക്ചററും കൂടിയാണ് ആര്, ബി. സോ അതുകൊണ്ടാണ് പറയുന്നത് എയുടെ വാഗ്ദാനത്തിന്റെ ഒബ്ജക്റ്റും ബിയുടെ കൺസിഡറേഷന്റെ ഒബ്ജക്റ്റും എന്താണ്, അൺലോഫുൾ ആണ്. ഓക്കെ, ഓക്കെ, അപ്പം അതാണ് പാർഷ്യൽ ഇല്ലീഗാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.